ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള മലായി ചിക്കനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൽ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി ഒന്ന് തിരുമ്പി കുഴക്കണം കേട്ടോ. ഇത് മസാലകളൊക്കെ ആ ചിക്കനിൽ പിടിച്ച ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 50 ഗ്രാം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതിന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മലായി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 സവോള സ്ലൈസായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലേസം ഉപ്പിട്ട് കൊടുത്തിട്ട് ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ കൊട്ടിയിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി കിട്ടണം. ഇതുപോലെ ഒന്ന് ഈ ചിക്കൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ടിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ കാഷ്നട്ടിൻ്റെ ഗ്രേവിയും ഈ എണ്ണയിൽ തന്നെ ഈ ചിക്കനൊന്ന് വഴണ്ട് കിട്ടും. ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒന്നുകൂടെ എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി എടുക്കാം. കുറച്ചുകൂടി അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ ആവുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ചു വയ്ക്കണം. നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് കട്ടിത്തൈര്, ഒരു 3 ടീസ്പൂൺ കട്ടിത്തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കനിലേക്ക് നന്നായി ഈ തൈര് പിടിക്കുന്നവരെ എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു ചിക്കനൊക്കെ ഒരു ഹാഫ് വേവ് വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് കാഷ്നട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഗ്രേവിയുടെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, അപ്പം ഞാൻ ഉപ്പും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഉപ്പിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ടിടണം. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഈ ഗ്രേവി വറ്റാനുണ്ട്. നല്ല കുഴമ്പായിട്ടുണ്ടാവണം ഈ മലായി ചിക്കൻ. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഞാനൊരു 60 മില്ലി ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഈ ഫ്രഷ് ക്രീമൊക്കെ ഒഴിക്കുമ്പോൾ ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഇടുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് മെൽറ്റായി വരട്ടെ. എല്ലാം ഇവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. വാവ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ മലായി ചിക്കൻ. നിങ്ങൾ ഒരു തവണ കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഇനി ഇത് ലാസ്റ്റ് സ്റ്റേജ് നമുക്കൊരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള മലായി ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഞാനിത് സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. ഇത് ചപ്പാത്തി ആയിക്കോട്ടെ, ബ്രെഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.